എല്ലാവർക്കും മോർ ടേസ്റ്റ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റാഗി ഹൽവയാണ്. ഇത് പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ഞിപ്പുല്ല്, മുത്താറി, കൂവരക്, കോറ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് റാഗി എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇനി വേണ്ടിയത് അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ്. ഇനി വേണ്ടിയത് 1 ഗ്ലാസ് ശർക്കരപ്പാനി അല്ലെങ്കിൽ കരിപ്പട്ടിയുടെ പാനി അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. ഇനി വേണ്ടിയത് നെയ്യാണ്, 4 ടീസ്പൂൺ നെയ്യ്. പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം 250 ഗ്രാം അല്ലെങ്കിൽ 1/4 കിലോ ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി 10-12 മിനിറ്റ് കൊണ്ട് ഉരുക്കിയെടുക്കാം, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമ്മൾ നേരിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൂവരകൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അത് 3-4 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി അര ഗ്ലാസ് തേങ്ങ 1 ഗ്ലാസ് തേങ്ങാപ്പാലാക്കി എടുക്കാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറുകി വരുന്തോറും നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി അല്ലെങ്കിൽ കരിപ്പട്ടിപ്പാനി ഇല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ അര ബൗളോളം നമുക്ക് നട്ട്സ് എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ കുറുക്കിയെടുക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി വരും. ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ടെക്സ്ചർ കിട്ടുമ്പോൾ ഏകദേശം റെഡിയായി. ഇനി ഒരു 2 മിനിറ്റും കൂടെ ആയാൽ കംപ്ലീറ്റ് റെഡിയാകും. കണ്ടോ, നല്ല ബബിൾസൊക്കെ വന്നു. അപ്പം ഇനിയിപ്പോൾ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിക്കണം. സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് 1 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിനെ നല്ല രീതിയിൽ തണുക്കാൻ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇതെടുക്കാവുള്ളൂ. 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ 2-3 ദിവസം ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.